കഴിഞ്ഞ തവണ സാമുദായിക പരിഗണന കൂടി നൽകിയതുകൊണ്ടാണ് താൻ കൊച്ചി മേയറാവാതിരുന്നതെന്ന ആരോപണവുമായി GCDA ചെയർമാൻ N വേണുഗോപാലാണ് ആദ്യം രംഗത്തെത്തിയത്. ചില വ്യക്തികളുടെ താൽപര്യവും തനിക്കെതിരായി. ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് ഇക്കുറി അറിയാം. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണിയും ഫേസ് ചെയ്യുന്നത് അന്നത്തെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മേയർ നടത്തിയ ചില വിദേശയാത്രകൾ വിവാദമായതിനെയും N വേണുഗോപാൽ പരിഹസിച്ചു. എന്നാൽ ഇപ്പോഴല്ല പരാതി പറയേണ്ടതെന്നായിരുന്നു മേയറായിരുന്ന ടോണി ചമ്മണിയുടെ മറുപടി. കോൺഗ്രസ് ഒരു സെക്യുലർ പാർട്ടിയാണ്, ഒരിക്കലും സാമുദായിക പരിഗണനയല്ല, പാർട്ടിയുടെ തീരുമാനങ്ങളാണ് ഓരോരോ സ്ഥാനമാനങ്ങളിലേക്ക് ഓരോരുത്തരും നിശ്ചയിക്കും. N വേണുഗോപാൽ ലത്തീൻ സമുദായത്തെ ആക്ഷേപിച്ചെന്നും KPCC നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള റീജിയണൽ ലത്തീൻ കത്തോലിക്ക കൗൺസിൽ രംഗത്തെത്തി. ഇതിനു പിന്നാലെയാണ് ചില നേതാക്കൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥി മഹേശ്വരൻ നായർ ആരോപിച്ചത്. ഈ പ്രദേശത്തുള്ള ഒരു ജില്ലാ നേതാവിൻ്റെ ഒരു അനുവാദത്തോടു കൂടി ചില ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെയാണ് പരസ്യ പ്രസ്താവന നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് VM സുധീരൻ മുന്നറിയിപ്പ് നൽകിയത്. ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കൾ തന്നെ പരസ്യമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പൊതു ചർച്ച തുടങ്ങിയത് ഒട്ടും ഉചിതമായില്ല. തെരഞ്ഞെടുപ്പ് വിശകലനത്തിന് വേണ്ടി വിലയിരുത്തലിന് വേണ്ടി ചേരുന്ന KPCC യോഗത്തിൽ അതവർക്ക് പറയാവുന്നതാണ്. മീഡിയ 1 തിരുവനന്തപുരം, കൊച്ചി.